കൊട്ടാരത്തിലെ തീപിടുത്തത്തിനു ശേഷം പാണ്ഡവർ അമ്മ കുന്തിയോടൊപ്പം കാട്ടിലേക്ക് യാത്രയായി. ഏറെ നേരം നടന്ന് അവർ ഒരു കാടിന്റെ ആഴത്തിലേക്ക് എത്തി. അവിടെ ഹിഡിംബൻ എന്ന അസുരനും അവന്റെ സഹോദരി ഹിഡിംബയും താമസിച്ചിരുന്നു. യാത്രയുടെ ക്ഷീണത്തിൽ എല്ലാവരും ഉറങ്ങി. ഭീമൻ മാത്രം ഉണർന്നു നിന്നു. ആ സമയം മനുഷ്യരുടെ ഗന്ധം മണത്ത ഹിഡിംബൻ അതിന്റെ ഉറവിടം കണ്ടെത്താൻ സഹോദരിയെ അയച്ചു. ഭീമനെ കണ്ട ഹിഡിംബ അവനിൽ പ്രണയപ്പെട്ടു. അവൾ മനോഹരിയായ സ്ത്രീയുടെ രൂപത്തിൽ ഭീമനോട് സംസാരിച്ചു. ഞാൻ ഹിഡിംബയാണ്, അവൾ പറഞ്ഞു. എന്റെ സഹോദരൻ രാക്ഷസനാണ്. അവൻ നിങ്ങളെ എല്ലാം ഭക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നു. ഭീമൻ പുഞ്ചിരിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ അവനെ തോൽപ്പിക്കും. കുറച്ചു നേരം കഴിഞ്ഞിട്ടും സഹോദരി മടങ്ങി എത്തിയില്ല. കോപിതനായ ഹിഡിംബൻ അവളെ തേടിയെത്തി. അവൾ ഭീമനോട് സംസാരിക്കുന്നത് കണ്ടതോടെ അവൻ ഉഗ്രകോപത്തിൽ ഭീമനെ ആക്രമിച്ചു. ഒരു ഭീകരമായ യുദ്ധം നടന്നു. ഇടിമുഴക്കം പോലെ മുഴങ്ങിയ ഗർജനങ്ങൾ കുന്തിയെയും പാണ്ഡവരെയും ഉണർത്തി. ഒടുവിൽ ഭീമൻ ഹിഡിംബനെ കൊന്നു. അതിനുശേഷം ഹിഡിംബ ഭീമനെ വിവാഹം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു. കുന്തിയുടെ അനുമതിയോടെ അവർ വിവാഹിതരായി. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഹിഡിംബ ഘടോത്കചൻ എന്നൊരു മകനെ പ്രസവിച്ചു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം പാണ്ഡവർ യാത്ര തുടർന്നു. വിടവാങ്ങുമ്പോൾ ഘടോത്കചൻ ഭീമനോട് പറഞ്ഞു, എപ്പോഴാണ് നിങ്ങൾക്ക് എന്റെ ആവശ്യം വരുന്നത്, അപ്പോൾ നിങ്ങളെ ഞാൻ സഹായിക്കും എന്ന്. ഇഷ്ടമായാൽ ഫോളോ ചെയ്യൂ. കഥകൾ നിങ്ങളെ കാത്തിരിക്കുന്നു.